വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി. വല്ലപ്പുഴ മഞ്ഞളയങ്ങൽ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. വനംവകുപ്പിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാളികാവിലെ കടുവ ഭീഷണി നിലനിൽക്കെയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. രാവിലെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത്. 6 സെന്റിമീറ്റർ നീളത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. ഞാൻ രാവിലെ മുറ്റത്തിറങ്ങി മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ കാലിൽ ഒരു പാട് ഇങ്ങനെ കണ്ടത്. അപ്പൊ സാധാരണ പാടല്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാന് അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞാൽ പോവാൻ വന്ന് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ വന്ന് നോക്കി. ഓൻ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഓരൊക്കെ വന്ന് ഫോറസ്റ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ നോക്കി ഓൾക്ക് സംശയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. കാൽപ്പാട് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. പട്ടീന്റെയും പൂച്ചേന്റെയും അല്ലാത്ത ഒരു കാൽപ്പാടാണ്. ഞാൻ പന്നീന്റെ ആണോ വെച്ചിട്ടാണോ ഇറങ്ങി നോക്കിയത്. അപ്പൊ പന്നീന്റെ അല്ല, പന്നീന്റെ കുളമ്പുള്ള കാലല്ലേ. അപ്പൊ ഇതിപ്പോ കുളമ്പുള്ള കാലല്ല. അപ്പൊ അതിങ്ങനെ കാല് കണ്ടപ്പോ അങ്ങനെയാണ് ഞാൻ ആ കുട്ടീനെ വിളിച്ചു കണ്ട് ഇത് പറഞ്ഞത്. ഇങ്ങനെ അവര് ഓനും തന്നെ ഇതെടുത്ത് പോയിട്ടേ ഉള്ളൂ. ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് സംശയം ഉണ്ട്, ഞങ്ങൾ നോക്കട്ടെ, സാറിനെ വിളിച്ചോട്ട് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. വരാന്നൊന്നും പറഞ്ഞതൊന്നും അറിയില്ല. അവരൊക്കെ അവിടെയാണ്, കാളിയാവിലാണ്, നിരീക്ഷണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് പറയട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇന്ന് വിജയലക്ഷ്മി പറഞ്ഞ ആളെ വീടാണ്. ഇവിടെ രാവിലെ ഇവര് മിറ്റടിക്കാൻ നിന്നിടത്താണ് ഈ കാൽപ്പാടുകൾ കണ്ട്. പതിവില്ലാത്തൊരു കാൽപ്പാട് കണ്ടപ്പോൾ അവർ ശ്രദ്ധിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്ന് നോക്കിയതാണ്. അങ്ങനെ RRT നിയാസിനെ അറിയിച്ചു. നിയാസ് ശ്രീജിത്ത് തന്നെ ഒരു ഫോറസ്റ്റിൽ ഒരാളായിട്ട് വന്ന് ഒക്കെ അവരൊക്കെ നോക്കി പോയിട്ടുണ്ട്. ഒരു വിവരം പറയാനാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ പൂച്ചേൻ്റെയും എന്നൊരു കാൽപ്പാടല്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത്. അപ്പോൾ അവർ വിവരം അറിയിച്ചാൽ അതിൻ്റെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സംഭവം. പുലിയുടെ കാൽപ്പാടുകൾക്ക് 7 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുണ്ടാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പൂച്ച പുലിയാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.